പാസ്റ്റർമാർ ഈ മറ്റേ രോഗശാന്തിയും പരിപാടിയൊക്കെ നടത്തുന്നതിനിടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരി അവരുടെ ഒരു സഹോദരനായിട്ട് വന്ന് ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഇത് എന്തൊരു അസുഖമാണെന്ന് എനിക്കറിയത്തില്ല. ആ കുട്ടി, ആ മനുഷ്യൻ ഒരു ചെറിയ റിക്വസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെന്റെ സഹോദരനാണ്. ഇവന് സംസാരിക്കത്തില്ല, ഇവന് സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും അവര് ചെയ്യാൻ അറിയത്തില്ല, തന്നെ വാരി കഴിക്കത്തില്ല, ബാത്റൂമിൽ പോകത്തില്ല, ഒന്നും അറിയില്ല. അതുപോലെ തന്നെ അവന് തീയും വെള്ളവും തിരിച്ചറിയത്തില്ല. തീ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ അതിനകത്തൂടെ വേണമെങ്കിൽ നടക്കും, അവനത് അറിയില്ല. അവന്റെ അച്ഛൻ ആരാ, അമ്മ ആരാ, പെങ്ങളാരാ, ഇങ്ങനെയൊന്നും തരം തിരിച്ചറിയാനോ ആൾക്കാരെ തരം തിരിച്ചറിയാനോ ഒന്നും അവൻ അറിയില്ല. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളോടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഒന്ന് സൗഖ്യമാക്കി തരണം. ഇവന്റെ അസുഖം മൊത്തം മാറ്റി ഇവൻ പഠിച്ച് വലിയൊരാളായി കാണണം എന്നൊന്നും ഒരു ആഗ്രഹമില്ല. ജസ്റ്റ് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ സ്വന്തം കാര്യം ചെയ്യാൻ ഒരു കഴിവുണ്ടാവണം. ഫൈൻ ട്യൂൺ മീഡിയ എന്നാണ് ചാനലിന്റെ പേര്. പുള്ളിക്കാരി കുറച്ച് നാളായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തതാണ്. നാട്ടുകാരിയാണ്, ഞങ്ങൾ കോളേജ് സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ്. എനിക്ക് ഈ ഫാമിലി പണ്ട് തൊട്ടേ അറിയാം. ഈ കൊച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പം അതിന് അത്യാവശ്യം പ്രായമുണ്ട്. അവന് 3 കൊല്ലം അത് സംസാരിക്കത്തൊന്നുമില്ല. നടക്കുന്നതൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നടക്കാനൊന്നും പറ്റത്തില്ല. കൂടുതൽ സമയം ചിലപ്പോൾ ഇങ്ങനെ 4 കാലിലൊക്കെ ഇങ്ങനെ വരുന്ന പോലെയൊക്കെ കാണിക്കും. നമ്മളൊക്കെ വന്നാലും മനസ്സിലാകത്തൊന്നുമില്ല, ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ ഇവർ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിന് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല, കഴിക്കത്തില്ല, ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇവർ എന്തെങ്കിലും തീറ്റി കൊടുത്തോണ്ടിരിക്കും. ഇപ്പോൾ ഈ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ തന്നെ പുള്ളിക്ക് അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന പോലും അല്ല. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത്രയും കഷ്ടപ്പാടാണ്. അപ്പോൾ ഇവള് ചോദിക്കുന്നത്, ഈ പാസ്റ്റർമാർ ഈ ദൈവമൊക്കെ പാസ്റ്ററോട് സംസാരിച്ച് ഓഡിയോ ഒക്കെ കാണിച്ച്, ഇതേപോലെ ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ. ഇതെന്ന് മാത്രമല്ല, ജന്മനാ വൈകല്യമുള്ള ആളുകൾ, പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഓക്കെ, ഇപ്പൊ കാല് കൈയൊക്കെ പ്രശ്നം, കണ്ണിന് കാഴ്ച കുറവ്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവര്, പിന്നെ മാനസികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ, ഇതെല്ലാം കൂടെ ഉള്ള ആളുകളുടെ എണ്ണം ഒത്തിരി കൂടുതലാണ്. എന്തിനധികം പറയുന്നത്, ഈ പാസ്റ്റർമാർക്ക് RCCയോ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലോട്ട് ഇടിച്ച് കയറി കഴിഞ്ഞാൽ അവരുടെ അവിടെ വരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഒരു ദിവസം കൊണ്ട് ആശുപത്രിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാവരും ഇറങ്ങി പോരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വേണേൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കർത്താവിനെ കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല. സർവ്വശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയുമായ ഈ ദൈവത്തിനോട്, എല്ലാം അറിയുന്ന ഒരാളോട് പിന്നെയും ചെന്ന് ഇവൻ ചെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ട് വേണോടാ ഈ രോഗശാന്തി കൊടുക്കാൻ എന്ന് പറയുന്നിടത്ത് തീരുന്ന ആ ഒരു ബോധം, അത്രയും ചിന്തിക്കാനുള്ള ഒരു ശേഷി, ഇവരൊന്നും ദൈവവിശ്വാസികളൊന്നും അല്ലെന്ന് തോന്നി. ഇവരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം. ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്, അറിയാം, അറിഞ്ഞുകൊണ്ട് ചെയ്തേക്കുവാണ്. ഇത് ദൈവം തന്നെ ഇങ്ങനെ നന്നാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീർന്നു. അല്ല, ദൈവത്തിന് അറിയാത്ത കേസൊന്നും അല്ല ഇത്. ദൈവം ഇല്ലാത്തത് കൊണ്ട്, ദൈവത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇല്ലാത്തത് കൊണ്ട്, ദൈവം എന്ന സംഭവം ഇല്ല. അപ്പൊ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെപ്പറ്റി നമ്മൾ ഇത് പറയുന്നത് വിശ്വാസികളുടെ ഒരു യുക്തിബോധം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവർക്കൊരു യുക്തിയില്ലേ, അതിനകത്തുണ്ടായ ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ പുള്ളിക്കാർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുവാണ്. ഇതുപോലെ എല്ലാവരുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ എല്ലാവരും അങ്ങോട്ട് ചെന്ന് കയറിയാൽ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ടേ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചെന്നിട്ടൊന്നും പറയണ്ട. അതാണ്ട് അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് രോഗം എന്നെ ഞാൻ പറയാം, എനിക്കൊരു അസുഖമുണ്ട്, അതൊന്ന് മാറ്റിത്തരാവോ, പാസ്റ്ററോട് ചോദിക്കുക, നടക്കത്തില്ല. എന്തൊരു അവസ്ഥയാന്ന് നോക്കിക്കോണേ. അപ്പൊ അവർക്ക് കമന്റ് വരുന്നതാണ് രസം. ദൈവത്തെ പരീക്ഷിക്കരുത്, ഈ കിടന്ന് കുരയ്ക്കുന്ന നേരം പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ അസുഖം ഭേദമാകും, മാനസാന്തരപ്പെട്ടാൽ മാറും, കൃപാസനത്തിൽ പോകൂ. അത് കളിയാക്കിയതാരാണ്ട്. ഇതുപോലെ കണ്ടവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ മുറിയിൽ കയറി കഥകടച്ചിരുന്ന് കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. പെങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ആ ആങ്ങള ഒരിക്കലും ശരിയാവില്ല. പിതാക്കന്മാർ ചെയ്ത പാപത്തിന്റെ ഫലമാണ്. അടിപൊളി. കുടുംബത്തിന് കിട്ടിയ ശാപത്തിന്റെ ഫലമാണ്. അപ്പനും അമ്മയും ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണ്. ഓക്കെ, ഈ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നവർക്ക് ഇനി ഇവർക്ക് ഈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇവരുടെ കുട്ടികളൊക്കെ അനുഭവിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നവരാണോ? അങ്ങനെ ഉണ്ടല്ലോ. ഇവരൊക്കെ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും ഇവർ ജീവിക്കുന്നത്? ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റത്തില്ല. വെല്ലുവിളിക്കുന്ന നേരം കൊണ്ട് സങ്കീർത്തനം 142 ചൊല്ല. വെല്ലുവിളി അല്ല ഇത്. ഇതിന് വെല്ലുവിളി അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ ദൈവനിന്ദ എന്നൊന്നും അല്ല പറയണ്ടേ. ഒരു യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അതിനകത്ത് ഇവര് ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവൾ എത്തിയിട്ടാണോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഫേക്ക് പാസ്റ്റേഴ്സ് ഈ കാണിക്കുന്ന രോഗശാന്തി ഒരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം അവരവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് പറയുന്നതിന് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എങ്കിൽ പിന്നെ പാസ്റ്ററോട് അങ്ങോട്ട് ചെല്ലാൻ പറ. ഇവരെന്തിനാണ്? ഇവരല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അത്ര വിശ്വാസികളാണ്, നിങ്ങൾ എല്ലാവരും ചെല്ല്, എന്നിട്ട് അന്ന് ശരിയാക്കിയിട്ട് പോ, മോനെ എഴുന്നേറ്റ് വാടാ എന്നൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ആ വീട്ടിലൊക്കെ പോകുന്ന ഞാൻ കാണുന്നതാ. ഇയാളെ എനിക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട്. അവരെന്ത് ഈ പെങ്കൊച്ചൊക്കെ കൊച്ചിലോട്ട് ഇതിനെ നോക്കി അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. മനസ്സിലായില്ലേ?
അതിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ചിലപ്പോൾ മൂത്രം വെച്ചെന്നിരിക്കും. അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണഗതിയിൽ മലശോധന ഒന്നും നടക്കത്തില്ല, അതെടുക്കുന്ന രീതിയുണ്ട്. അങ്ങനെ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടി അവർ ഇതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടില്ലാത്ത അറിയാത്തവർക്കൊക്കെ ചിലപ്പോ ചുമ്മാ ശരിയാകട്ടെ, ഇവർ ഈ അടിച്ചു കൂട്ടുന്നവർക്കൊന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ റിലീജിയസ് എന്ന് പറയുമ്പോൾ. അവർക്ക് വേറൊരാടെ ആ സാധനം കാണാതെ മനസ്സിലാകത്തില്ലെന്ന് മാത്രമല്ല, കണ്ടാലും മനസ്സിലാകത്തില്ല, ചിന്തിക്കാനുള്ള ശേഷിയില്ല, ബോധവും ഇല്ല. എനിക്കൊന്നും കാണാതെ തന്നെ നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത് എന്തെങ്കിലും രോഗാവസ്ഥയാണെങ്കിൽ കുറച്ചൊക്കെ അതിനെ പറ്റി അന്വേഷിക്കാനൊക്കെ പോകും. പക്ഷെ ഇത് എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടിട്ട് ഇത് ഒരു വല്ലാത്തൊരു ബ്രെയിനിന് സംഭവിച്ച എന്തെങ്കിലും പ്രശ്നമാവാനേ സാധ്യതയുള്ളൂ. ബ്രെയിൻ ഡെവലപ്പേ ആയിട്ടില്ല, കൊച്ചൊരു കുഞ്ഞു പോലെ കിടക്കുകയാണ്, ശരീരം വളരുന്നുണ്ട്. പിന്നെ ആ സഹോദരൻ നിങ്ങളുടെ ഭാഗ്യമാണ്. ഇതുപോലൊരു ഭാഗ്യം നിനക്കെടുത്ത് തരട്ടെ. റീഡ് ജോഷുവ 3:5 യു വിൽ സീ മിറാക്കിൾസ് എന്ന്. രസമോ, വായിക്കാനൊക്കെ സുഖം കിട്ടും അല്ലേ? നീക്ക് ഇതൊക്കെ വായിച്ചോണ്ടിരിക്കുമായിരിക്കും. കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതും വായിച്ചോണ്ടിരുന്നാൽ മതിയല്ലോ ഇവന്മാർക്കൊക്കെ. ഇതുപോലത്തെ ഒരു മാനസിക പ്രശ്നമുള്ള ആൾക്കാർ എവിടെ നിന്ന് ഇറങ്ങി വരുന്നതാ ഇവനൊക്കെ? ഇവനൊന്നും വീട്ടിൽ പ്രശ്നങ്ങളില്ലേ? ഇവരൊന്നും ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഇത് മനസ്സിലായിട്ടില്ല ഇവർക്ക് പ്രശ്നങ്ങൾ എന്തുവാന്ന്. ഇതുപോലെ പരിഹസിക്കുന്നവർ അവസാനം ഈ പാസ്റ്റർമാരുടെ അടുത്ത് തന്നെ വരുമെന്ന്. നോക്കി ഇരുന്നാ മതി. അതെനിക്ക് ഇഷ്ടപ്പെട്ട്, അത് കിടില സാധനമാണ്. ഇതുപോലെ പരിഹസിക്കുന്നവര്, ഞാൻ പറഞ്ഞില്ലേ, നീയും കൂടെ കൂടി അങ്ങോട്ട് ചെല്ല്, അവിടെ ചെന്ന് പാസ്റ്ററേയും കൂട്ടിക്കൊണ്ട് പോ. ഇവിടോട്ട് തന്നെ പോകണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജോട്ട് കയറി. RCC ഉണ്ട്, MCC ഉണ്ട്, പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിലാണെങ്കിൽ തിരക്ക. ഒരാശുപത്രിയിൽ ഒരു എന്താ പറയുക വേക്കൻസി പോലും ഇല്ല, ബെഡെല്ലാം ഫില്ല്. കൊറോണ ഒക്കെ വന്ന സമയത്തും ഈ ജോഷുവയോ അങ്ങോട്ട് വായിച്ചിട്ട് അങ്ങ് മിറക്കളങ്ങ് എടുക്കാറുന്നില്ലേ? എന്താ പിന്നെ മാസ്കും വെച്ച് വാക്സിനൊക്കെ എടുക്കാൻ പോയത്? നാണം ഇല്ലാത്തവനെ, വിശ്വാസം ഇല്ലാത്തവനെ, ദൈവത്തിൽ വിശ്വസിക്കാത്തവനെ, നീയാണാ നിരീശ്വരവാദി? അല്ല, നീ വിശ്വാസം ഇല്ലാത്തവൻ, നീയാണ് ചലഞ്ച് ചെയ്യുന്നത് ദൈവത്തെ. എല്ലാവരും ആക്സിഡന്റ് ഒക്കെ പറ്റി കിടക്കുമ്പോൾ എടുത്തോണ്ട് പാസിന് എടുത്തോണ്ടൊന്നും ആരും പോകത്തില്ല കേട്ടോ. അങ്ങനത്തെ മണ്ടത്തരം ചെയ്യുന്നവന് അതിന് വലിയ മണ്ടത്തരമായിരിക്കും ചെയ്യുന്നത്. അവൻ അതിനൊക്കെ ബോധമുണ്ട്. അല്ലാത്തപ്പോ ഇങ്ങനെ ഭയങ്കര ക്യാൻസർ മാറ്റുന്ന ആൾക്കാർക്ക് എന്താണ് ഒരു കൈ ഒടിഞ്ഞിട്ട് നേരെയാക്കാൻ പറ്റാത്തത്? ഒരു കൈ ഒടിഞ്ഞ് കഴിയുമ്പോൾ നീ ആശുപത്രി പോകാതെ പാസിന് എടുത്തുകൊണ്ടൊന്ന് വെച്ച് കാണിച്ചിട്ട് പ്രാർത്ഥിച്ച് ഭർത്താവെ പെട്ടെന്ന് ശരിയാക്കാൻ പറഞ്ഞാൽ അത് വേഗം ശരിയാവുന്നുണ്ടല്ലോ. അവിടെ പോകത്തില്ലല്ലോ. കണ്ണിന് കാഴ്ച പറഞ്ഞാൽ നീയൊക്കെ കണ്ണാടിയും വെച്ചോണ്ടല്ലോ ഇത് ടൈപ്പ് ചെയ്യുന്ന പലരും. ആണോ? അതെന്താ പ്രാർത്ഥിച്ചിട്ട് കണ്ണിന് പവർ വരട്ടെ കർത്താവ് എന്ന് പറഞ്ഞിട്ട് നേരെ കണ്ണട ഉപേക്ഷിക്കാൻ എത്ര പാസ്റ്റർമാർക്ക് പറ്റും? എന്തിനാ ഇവന്മാർ ഈ പാസ്റ്റർമാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇവന്മാരെല്ലാം കൃത്യമായിട്ട് വാക്സിൻ എടുത്തവരും ആശുപത്രി പോകുന്നവരും പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരും ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരൊക്കെയാ. ഇവന്മാർ കള്ളന്മാരായതുകൊണ്ട്, ബാക്കിയുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് അവർ ഈ പണി നടത്തുന്നേ. അല്ലാതെ നടത്താൻ പറ്റത്തില്ല. ഇത് ഒരു കള്ളനെ കൊണ്ടല്ലാതെ വേറൊരു മനുഷ്യനെ കൊണ്ട്, ഒരു തീരെ മനുഷ്യത്തെ ഇല്ലാത്ത ഏതവനെ കൊന്നിട്ടാണേലും ജീവിക്കണം. കാശുണ്ട ജീവിക്കണം എന്നല്ല, കാശ് ഉണ്ടാക്കണമെന്ന് ആർത്തിയുള്ള, കാശിനോട് ആർത്തിയുള്ള, മനസ്സാക്ഷിയില്ലാത്ത, എന്ത് ഒരു 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 സാധനം മോഷ്ടിക്കുന്നവനോട് പോലും നമുക്ക് ഇത്രയും വിരോധം തോന്നത്തില്ല. കാരണം പക്ഷെ മറ്റുള്ളവരുടെ ഈ ജീവിതം വെച്ചിട്ട് ഇങ്ങനത്തെ കളി കളിക്കുക കണ്ടില്ല. ഇതിനകത്ത് വരുന്ന കമന്റ്സ് പോലും കണ്ടോ എങ്ങനത്തെയാണ്? അത്രയും മനുഷ്യരെ അവർ അങ്ങനെ പറഞ്ഞ് തെറ്റിച്ച് അത്രയും മണ്ടന്മാരാക്കുന്ന ഇവന്മാരുണ്ടല്ലോ. ഇവന്മാര് പെരും കള്ളന്മാരാ. അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എനിക്കൊരു ജീവിതത്തിൽ പറ്റത്തില്ല. പറ്റിച്ചിട്ട് ഇങ്ങനെ എന്തിനു പറഞ്ഞ് പറ്റിച്ച് കുറെ നാൾ അയാളെ പറ്റിച്ച് അയാളെ കാശ് പഠിച്ച് മാറ്റി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഉള്ളത് പറയാം, അല്ലെ എന്നെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യും, അതേ ചെയ്യത്തുള്ളൂ. അത് റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നേരെ പോകണം, നേരെ വരണം. അല്ലാതെ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ പറ്റുന്നവർ ആരൊക്കെയാണ്? നിങ്ങൾക്ക് പറ്റുമോ? എത്ര പേർക്ക് പറ്റും? നിങ്ങൾ ആരൊക്കെ എനിക്കറിയത്തില്ല. നിങ്ങൾ ആരെയും പറ്റിക്കുന്നുണ്ടോ ഒരു ദിവസം? എനിക്ക് അത് പറയാൻ പറ്റത്തില്ല. പക്ഷെ അല്ലാതെയും പറ്റും, നേരെ കാര്യങ്ങൾ നടത്താനൊക്കെ പറ്റും. എല്ലാം പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ചിലരെ കൊണ്ട് നിവർത്തിയുടെ പല സാഹചര്യങ്ങൾ. പക്ഷെ ഇങ്ങനെ ലക്ഷറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെരും കള്ളനാവുക. രാഷ്ട്രീയക്കാര്, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യുന്നത്? ഈ നാട്ടുകാരെ പറ്റിക്കുന്ന ഓരോ പരിപാടി ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ പോലീസുകാരും അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു. സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കരുത്. ഇത് നിങ്ങളൊക്കെ അനുഭവിക്കുന്ന വേദനയും ദുരിതമൊക്കെ തന്നെയാണ് എനിക്കുള്ളത്. നമുക്കൊക്കെ ഇപ്പൊ ഒരു കൊതു കടിച്ചാൽ ചൊറിയത്തില്ലേ? എല്ലാവർക്കും ഒരുപോലെ ചൊറിയത്തില്ലായിരിക്കും, പക്ഷെ എന്നാലും ചൊറിയത്തില്ലേ? അല്ലെ വേണ്ട ഒന്ന് മുട്ട് കൊണ്ടുവന്ന് ഒറ്റടി ഇടിക്കുക കൂർത്ത സ്ഥലത്ത്. ആ വേദന ഇല്ലേ? ഇത് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഇതുപോലത്തെ ദുരിതം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മാത്രം ഇല്ല, അയാൾക്ക് അത്ര വേദനയൊന്നും കാണത്തില്ല എന്ന് തോന്നുന്നത് എങ്ങനെയാ? ഇവിടെ ഈ എമ്പതി എന്ന് പറഞ്ഞ സാധനം മനസ്സ് ഇല്ലാത്തതിന്റെ ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ ഈ മനുഷ്യർ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള കാര്യം ഞാൻ പറയാം. അത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം. ബാക്കിയൊക്കെ മനുഷ്യന് മനസ്സിലായെന്നാ പറയുന്നത് കുറെയൊക്കെ. പക്ഷെ ഈ സാധനം എങ്ങനെ നഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയത്തില്ല. സിമ്പതൈസ് ചെയ്യാൻ എളുപ്പമാണ്. എന്നിട്ട് ഓക്കെ ഞാനങ്ങ് വിഷമിച്ച് കണ്ടപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോരാം. പക്ഷെ മറ്റേത് അങ്ങനല്ല. നമുക്ക് അയാളെ ആ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പോയാൽ പിന്നെ അവിടെ നിന്ന് വരാൻ പറ്റുന്നത് എങ്ങനെയാന്ന് പോലും ഒരു പരിധി വരെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? അല്ലാതെ ഇങ്ങനെ ആളെ പറ്റി അതിനിടയിൽ അത്രയും ദുരിതമുള്ളവരെ കാണുമ്പോൾ എനിക്കത് ഇവരുടെ ദേഷ്യം മൊത്തം. ഞാനത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യത്തില്ല. ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഭേദമാക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ പൈസ അടിച്ച് മാറ്റി കോടീശ്വരനായവന്മാരെ ഇവന്മാര്. മനസ്സിലായോ?
ആ ദുരിതമുള്ളവരെ, മാനസികമായിട്ടുള്ള പ്രശ്നമുള്ളവരെ കൂടുതൽ ഇവരുടെ അടുത്തേക്ക് എത്തുന്നത്. ഈ രോഗശാന്തി എന്ന് ബോർഡ് വെക്കുമ്പോൾ തലയ്ക്ക് വെളിവുള്ളവരാരും അങ്ങോട്ട് പോകത്തില്ല. പിന്നെ അന്ധവിശ്വാസികളും എല്ലാം പോയി ചെന്ന് കയറും. കൃപാസനം പോലത്തെ സ്ഥലത്തേക്ക് ജേബി അവന്റെ അമ്മേനെ കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പൊ നിരീശ്വരവാദികളോട് ഇരുന്നിട്ട് സംസാരിക്കുന്നതൊക്കെ അങ്ങനെയുള്ളവന്മാരെ പോകത്തുള്ളൂ. അവനെ കഴിഞ്ഞ ദിവസമായിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്ന ആരും വിളിച്ചു പറഞ്ഞു. ഞാൻ ആലോചിക്കുവായിരുന്നു, ക്യാൻസർ ആണ്ടാന്ന് അമ്മയ്ക്ക്, അവർക്ക് തീരെ വയ്യ. അങ്ങനത്തെ ഒരു സമയത്ത് ഒരു കാരണവശാലും ഒരു സ്വല്പം ബോധമുള്ള ഒരു മനുഷ്യൻ ക്രൗഡിൽ പോകാൻ പാടില്ല. അവരെ പൊക്കിയെടുത്ത് കൃപാസനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് പോയെന്ന് വീഡിയോ ഇട്ടവനാണ്. അപ്പൊ എന്തൊരു ബോധം ഉണ്ടെന്ന് ഓർത്താൽ മതി. ചെറിയ കൊച്ചൊന്നും അല്ല, അത് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു 1.5 വർഷം ആയിട്ടുള്ളൂ. അപ്പം ഓരോ കള്ളത്തരങ്ങളെ, ഓരോരുത്തരുടെ കള്ളത്തരങ്ങളെ. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ജീവിച്ചു പോവുക, ഇതുപോലത്തെ പണി കാണിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു മോശമാ. അത്രയും പാവം മനുഷ്യരല്ലേ, അവരെ എന്തിനാ പറ്റിക്കുന്നേ? അവർ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടേ നമ്മൾ നോക്കാൻ? അങ്ങനെ ശ്രമിച്ചാൽ തെറി കേൾക്കും, ശപിക്കും. മുടി വളർന്നിരിക്കുവാണെങ്കിൽ കഞ്ചാവെന്ന് പറയും. ഇപ്പൊ പിന്നെ അത് പറയത്തില്ല, ഈ രൂപത്തിൽ കഞ്ചാവ് ഇല്ലാത്തത് കൊണ്ട് അത് പറയത്തില്ല. ഞാനൊക്കെ ഈ പറയുമ്പോൾ അവര് വഞ്ചിക്കപ്പെടരുതെന്ന് ഓർത്താ നമ്മൾ ഈ പറയുന്നത്. അത് പല രീതിയിൽ പറയും. അങ്ങനെ കുറച്ചു പേർക്കെങ്കിലും ഇച്ചിരി മാറ്റം ഉണ്ടായി അവരവരുടെ വേറെ വഴിക്കെല്ലാം പോയി അവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ ശരിയാവും. ഇമാരുടെ പുറകെ പോയാൽ ഒരിക്കലും ഒരു പരിഹാരം ഇല്ല. ഇങ്ങനെ കണ്ട് രസിക്കാം എന്നുള്ളതല്ലാതെ ഇതിനൊരു ഒരിക്കലും ഒരു രോഗവും ഭേദമാകത്തില്ല. വെറുതെ